റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസ് 2021-23 കാലഘട്ടത്തിൽ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് കോട്ടയംകാരിയായ ഒരു ഡോക്ടറെ മൊഴി. അവർ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഇപ്പം പരാതിപ്പെട്ടു. തന്നെ ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചു 2021-23 കാലഘട്ടത്തിൽ. കാക്കനാട്ടെ ഇവരുടെ സ്വന്തം ഫ്ലാറ്റിലാണ് പീഡനം നടന്നത്. അവിടെ പല പ്രാവശ്യം അവിടെ വെച്ച് പീഡിപ്പിച്ചു. തന്നെ വിവാഹം കഴിക്കും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അന്ന് റാപ്പർ വേടന് എന്ന കിരൺദാസ് മുരളിക്ക് ഇന്നത്തെ ഹൈപ്പില്ല. അദ്ദേഹം അന്ന് വലിയ ബുദ്ധിമുട്ടിലായിരുന്നു, സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിലായിരുന്നു. ആ കാലഘട്ടത്തിൽ താൻ സാമ്പത്തികമായി അയാളെ സഹായിച്ചു. ഇപ്പോൾ ഇത്രയും ലേറ്റായിട്ട് കേസ് കൊടുക്കാൻ കാരണം റാപ്പർ വേടൻ മറ്റൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് അവർ അടുത്ത ദിവസം അവരുടെ ഒരു പോസ്റ്റിനകത്ത് കണ്ടു. അതോടുകൂടിയാണ് റാപ്പറിന് പല സ്ത്രീകൾക്കുമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നി തന്നെ പീഡിപ്പിച്ച് തന്നെ ബലാത്സംഗം ചെയ്തത് താൻ വിവാഹം കഴിക്കും, അയാൾ വിവാഹം കഴിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. എന്തായാലും അവിടെയും കോഴിക്കോട്ടും എറണാകുളത്തും ഒക്കെ ആയിട്ട് 2 വർഷത്തോളം തന്നെ പീഡിപ്പിച്ചു കഴിഞ്ഞു. സാമ്പത്തികമായി വളരെയധികം സഹായം ആ കാലഘട്ടത്തിൽ താൻ അയാൾക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് അയാൾക്ക് സാമ്പത്തിക വലിയ ഉയർച്ച ഉണ്ടായത്. ഈ കേസിനെ സംബന്ധിച്ചും ഒരു ഡിലേക്ക് കാരണം അവർ പറഞ്ഞത് മറ്റൊരു സ്ത്രീയുമായിട്ട് അവരെയും ഇതുപോലെ പീഡിപ്പിച്ചതായിട്ട് അവർ ഏതൊരു അക്കൗണ്ടിൽ കണ്ടു. അപ്പോഴാണ് ഇവർ കേസ് കൊടുക്കാൻ തയ്യാറായത്. ഏതായാലും തൃക്കാക്കര പോലീസ് ഇവരുടെ വിശദമായ മൊഴി എടുക്കണം. അത് 164 കേസ് 164 മൊഴി കോടതിയിലെടുപ്പിക്കണം. പിന്നെ അവരെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അദ്ദേഹമായിട്ട് ബന്ധത്തിന് ശേഷം അവർക്കുണ്ടായ ആ മെഡിക്കൽ പരിശോധന അതിന് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്നറിയില്ല. എങ്കിലും മെഡിക്കൽ പരിശോധന നടത്തും. അവരുടെ മൊഴി കോടതി രേഖപ്പെടുത്തേണ്ടി വരും. 2021-23 കാലഘട്ടത്തിലെ ഇയാളുമായിട്ടുള്ള ഫോൺ സന്ദേശങ്ങൾ, ഇയാളുമായിട്ട് അവർ വിളിച്ചത്, അയാൾ ഇങ്ങോട്ടും വിളിച്ചത്, അതൊക്കെ പോലീസിന് കണ്ടെടുക്കേണ്ടി വരും. റാപ്പർ വേടനെ നമ്മൾ ശ്രദ്ധിക്കാൻ കാരണം റാപ്പർ വേടൻ്റെ രാഷ്ട്രീയമായ ചില പാട്ടുകളാണ്. സംഗീത ലോകത്ത് അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊന്നും അംഗീകരിക്കത്തില്ല. അതിന് രാഗം, താനം, പല്ലവി ഒന്നും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. താളം ഉണ്ടാവാം. അത് ഇതേ രീതിയിലുള്ള നമ്മൾ മൈക്കൽ ജാക്സൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രകടനമൊക്കെ വേൾഡ് മുഴുവൻ കണ്ടിട്ടുണ്ട്. അതിനെ പിന്തുടർന്നാണ് ഈ രീതിയിൽ റാപ്പർ വേടൻ ഇപ്പോൾ സ്റ്റേജിൽ കിടന്ന് തുള്ളുന്നത്. അദ്ദേഹത്തിൻ്റെതായ ചില ഗാനങ്ങളിലെ അതിൻ്റെ മ്യൂസിക് അദ്ദേഹം തന്നെയാണ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. അതിനകത്ത് രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ആ സംഭവമാണ് സ്റ്റേജിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. പാഠപുസ്തകത്തിൽ ഇതേ വേടൻ്റെ പറ്റി കഥ വന്നത് തെറ്റായിപ്പോയി. ആരാണ് അത് പാഠപുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചത്? ഇയാളൊരു മദ്യപാനിയും ഇയാളൊരു ഡ്രഗ്സ് അടിക്കുന്ന ആളാണെന്ന് അയാൾ തന്നെ അംഗീകരിച്ചിട്ടുള്ള വ്യക്തിയെ ആ ഒരു പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് കുട്ടികൾ തീർച്ചയായിട്ടും അയാളെ ഫോളോ അപ്പ് ചെയ്യും. ധാരാളം ഫോളോവേഴ്സ് ഉള്ള ആളാണ് ഇപ്പോൾ റാപ്പർ വേടൻ. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഒരു പുലിപ്പല്ലുണ്ട്. അതിനെ സംബന്ധിച്ചും ഒരു കേസ് എടുത്തിട്ടുണ്ട്. ഇവർ ഡ്രഗ്സുമായിട്ട്, കഞ്ചാവുമായിട്ട് റാപ്പർ വേടനെയും 8 പേരെയും ഇൽപ്പാലസ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു റെയ്ഡ് നടത്തിയപ്പം ഇയാളുടെ വസതിയിൽ റെയ്ഡ് നടത്തിയപ്പം അവർ കഞ്ചാവും മറ്റു ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നതായി കണ്ടെത്തി അവിടുന്ന് റിക്കവർ ചെയ്തിട്ടുണ്ട്. റാപ്പർ വേടനെയും 8 പേരെയും അന്ന് ഹിൽ പാലസ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയ ഉടനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അയാളെ അറസ്റ്റ് ചെയ്തു. അയാളുടെ മാലയിൽ തൂങ്ങിക്കിടക്കുന്ന പെൻഡൻ്റ് പുലിപ്പല്ലാണ് എന്നാണ് ഫോറസ്റ്റുകാർ പറഞ്ഞത്. അതിനൊരു കേസ് ഫോറസ്റ്റിലെടുത്തിട്ടുണ്ട്. അതിനും അയാൾ ജാമ്യത്തിൽ ഇറങ്ങി. അയാൾ പറയുന്നത് ഈ പുലിപ്പല്ല് തനിക്ക് തൻ്റെ ഒരു ഫാൻ തന്നതാണ്. മദ്രാസിൽ വെച്ചുള്ള ഒരു വേടൻ്റെ ഒരു പ്രകടന സമയത്ത് അയാളുടെ ഇഷ്ടം തോന്നി ഒരു പുലി പല്ല് കൊടുത്തു. അത് അയാൾ വിദേശത്തു നിന്ന് കൊണ്ടുവന്നതാണ്, അത് ഇന്ത്യൻ പുലികളുടെ പല്ലല്ല എന്നുള്ളൊരു വാദഗതിയും വരുന്നുണ്ട്. അതെന്തായാലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആ കേസിൽ അദ്ദേഹത്തിനെ പ്രതിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വരുന്നു അടുത്ത കേസുകൾ. അത് റേപ്പാണ്, 376. അതിന് ഇയാളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും, റിമാൻഡിൽ കഴിയേണ്ടി വരും. ജാമ്യം കിട്ടാനായിട്ട് അല്പം സ്വല്പം ബുദ്ധിമുട്ടുണ്ട്.
ഇതേ രീതിയിലുള്ള അതിനകത്ത് ചില സാമ്പത്തിക ഇടപാടുകളുണ്ട്. ഇതേ രീതിയിലുള്ള കേസുകൾ ഒന്നിനു പിറകെ ഒന്നായി റാപ്പ് വേടനെതിരായിട്ട് വരും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം വേടന് പ്രത്യേക രാഷ്ട്രീയമുണ്ട്. അതിൻ്റെ പിന്നിൽ ആര് കളിക്കുന്നതെന്നറിയില്ല. അയാൾക്ക് ഇപ്പം വലിയ സാമ്പത്തികമുണ്ട്. ഓരോ പ്രോഗ്രാമിനും അയാൾക്ക് 15-20 ലക്ഷം രൂപയും 40 ലക്ഷം രൂപയൊക്കെ ലഭിക്കുന്നുണ്ട്. അത് അയാളുടെ പിന്നാലെ പോകുന്ന ചെറുപ്പക്കാർ ധാരാളം പേരുണ്ട്. ഈ റാപ്പർ സംഗീതം എന്ന് പറയുമ്പം അത് മൈക്കിൾ ജാക്സനെ എല്ലാവരും ഓർമ്മ വരും. അതിനുശേഷം കേരളത്തിലെ ഈ രീതിയിൽ കലാഭവൻ മണിയായിരുന്നു റാപ്പറിൻ്റെ വേടൻ്റെ പോലെ സ്റ്റേജിൽ ഡാൻസ് കളിക്കുകയും അതിൽ വളരെ ആൾക്കൂട്ടം ഉണ്ടാകുകയൊക്കെ നമ്മൾ കണ്ടു. ആ കലാഭവൻ മണിയും ചില മദ്യപാനിയായിരുന്നു എന്നൊക്കെയുള്ള വാർത്തകളുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം മരണപ്പെട്ടത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടതെന്നുള്ള വാദഗതി അന്നും ഇന്നും നിലനിൽക്കുന്നുണ്ട്. റാപ്പർ വേടന് എതിരായിട്ട് ഒരു ചെറുപ്പക്കാരെല്ലാം അദ്ദേഹത്തിനെ അവരുടെ ഒരു ആരാധനാപാത്രമായി കാണുന്നത് ശരിയല്ല. കാരണം അയാൾ മദ്യപാനിയാണ്, അയാൾ ഡ്രഗ്സ് അടിക്കുന്നയാളാണ്, അതൊക്കെ അഡ്മിറ്റഡാണ്. അയാളുടെ സംഗീതത്തിനകത്ത് സംഗീതമല്ല, അതിനകത്ത് രാഷ്ട്രീയമാണ് ഉള്ളതെന്ന് വ്യക്തം. ആ രീതിയിലുള്ള പാട്ടുകളും ആ രീതിയിലുള്ള വാക്കുകളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. മലയാള ഭാഷയ്ക്ക് അപമാനകരമാണ് ആ പാട്ടിലെ ഓരോ വാക്കുകൾ. മലയാളീകരിച്ച ചില ഇംഗ്ലീഷ് വേർഡുകളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. മലയാള ഭാഷയ്ക്ക് തീർച്ചയായിട്ടും ആ പാട്ടിനകത്ത്, ആ പാട്ടിൻ്റെ സംഗീതത്തിനകത്ത്, ആ പാട്ടിൻ്റെ വാക്കുകൾക്കകത്ത് മലയാള ഭാഷയ്ക്ക് ദോഷകരമായ വാക്കുകൾ അതിനകത്ത് വരുന്നത്. അങ്ങനെ ഒരു വാക്കുകളൊന്നും മലയാളത്തിലില്ല. മലയാള ഭാഷയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വാക്കുകൾ മലയാളമാണെന്ന് പറഞ്ഞ് അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അത് തെറ്റായ മാർഗമാണ്. ശുദ്ധമായ മലയാളത്തെ തന്നെ അങ്ങേര് പാടിക്കോളൂ, ഒരു തടസ്സവുമില്ല. പക്ഷേ ഈ രീതിയിലുള്ള മിക്സിങ് നടത്തി മലയാള ഭാഷയെ അപമാനിക്കരുത്. എന്തായാലും റാപ്പർ വേടനെതിരായിട്ട് അതിശക്തമായ നടപടികൾ ഒന്നിനു പുറകെ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണുകയാണ്. ഇപ്പം ഒരു റേപ്പ് കേസിന് വരുന്നു. ഇനി മറ്റൊരു സ്ത്രീ വിവാഹം കഴിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് ഈ കാലഘട്ടത്തിൽ അവരും ഫേസ്ബുക്കിൽ എവിടെയോ എഴുതിയത് കണ്ടപ്പോഴാണ് കോട്ടയംകാരിയായ ഡോക്ടർ ഇയാൾക്കെതിരായിട്ട് കേസിന് പോയത്. എന്തായാലും തൃക്കാക്കര പോലീസ് കേസ് എടുത്തു. കേസുമായിട്ട് മുന്നോട്ട് പോകും. റാപ്പർ വേടനെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിമാൻഡിലോട്ട് പോകും. കോടതിയിൽ നിന്ന് ജാമ്യം തേടേണ്ടി വരും. സെഷൻസ് കോടതി ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഹൈക്കോടതിയിലുമൊക്കെ അയാൾ പോയി വേണം ജാമ്യം എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടം തീർച്ചയായിട്ടും റാപ്പർ വേടനും വേടൻ്റെ സഹപ്രവർത്തകർക്കും വളരെ മോശമായ കാലഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ കാണുന്നത്.